അതുകൊണ്ടെന്റെ മോനെ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, നീ മാന്യമായ വസ്ത്രധാരണം നടത്തണം. എല്ലാരും ഇപ്പൊ ഈ കുപ്പായവും തലക്കെട്ടും കെട്ടണമെന്നല്ല, പക്ഷേ കൾച്ചറലായി മാന്യമായ വസ്ത്രം ധരിക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്. ഇന്ന് നോക്കിക്കോ, അവിടെ നരച്ചത്, ഇവിടെ നരച്ചത്, ഇവിടെ കീറിയത്, പൊക്കിള് പുറത്തുള്ളത്, മുതുക് പുറത്തുള്ളത്, സുജൂദിൽ പോയാൽ പഞ്ചായത്തും ബഹിരാകാശവും ഒക്കെ കാണുന്നത് ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങളല്ലേ നമ്മുടെ ചെറുപ്പക്കാര് ധരിക്കുന്നത്. മോനെ, നീ ആരുടെ അനുയായിയാണ്? മദീനയുടെ നായകൻ സറാഫ ചമൻ ഹേ ദിയാറെ മദീന അഥവാ മാഷിന ഹേ ബഹാറെ മദീന. ആ മദീനയുടെ നായകന്റെ അനുയായി അല്ലേ? നിനക്കിങ്ങനെ കൾച്ചറലി ബാക്കാകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നീ സംസ്കാരമുള്ള വേഷം ധരിക്കണം. ഇന്ന് പക്ഷെ ഈ വാപ്പാക്കും ഉമ്മാക്കൊന്നും കണ്ണില്ലാവേ. ഇന്നത്തെ പരിഷ്കാരത്തിന്റെ ഭംഗിയുണ്ടോ? പണ്ടൊക്കെ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ കാണാനൊരു ഭംഗിയുള്ളായിരുന്നു. ഇന്ന് ബൊളീവിയൻ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യജന്തുക്കളെ പോലെ ആ പള്ളിക്കൂടം വിടുമ്പോ പിള്ളേർ ഇങ്ങനെ ഇറങ്ങി വരുന്നത്. യൂണിഫോം ഇല്ലാത്ത ദിവസമാണെങ്കിൽ, യൂണിഫോം ഉള്ള ദിവസമാണ് ഒരു കളറെങ്കിലും കാണാൻ. യൂണിഫോം ഇല്ലാത്ത ദിവസം ഇറങ്ങി വരുന്നത് വാലും തലയും നരച്ചതും കീറിയതും നുരുമ്പിയതും. ഇതൊക്കെ എന്ത് പരിഷ്കാരം? മോനെ, നീ ആരുടെ പരിഷ്കാരത്തെ ഏറ്റെടുക്കേണ്ടവൻ? നീ ആരുടെ സംസ്കാരത്തെ പാലിക്കേണ്ടവൻ? പടിഞ്ഞാറിന്റെ എച്ചിലുകളെ തലയിൽ കയറ്റിയിട്ട് ഭ്രാന്തമായി ഓടേണ്ടവനല്ല. അതിന്റെ ഇടയിൽ വെല്ലുവിളിയുടെ സ്വരം വേണം നിന്റെ ഉള്ളിൽ. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടെ കലാപുണ്ടാക്കുന്ന വെല്ലുവിളിയല്ല. അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് മാറുന്ന പ്രശ്നമില്ല. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ്. എല്ലാ പെമ്പിള്ളാരും അവിടെ കട്ട് ചെയ്തും ഇവിടെ കീറിയതും അവിടെ നുരുമ്പിയതും എല്ലാ വേഷവും ഇട്ടിട്ട് ഇങ്ങനെ ഫാഷൻ പരേഡ് നടത്തുമ്പോൾ മാന്യമായ പർദ്ദ ധരിച്ചു നടക്കുന്ന പെങ്ങളെ, നീ റസൂലുള്ളാഹിന്റെ പ്രത്യേക പരിഗണനയുള്ള മോളാണ്. അതാണ് മോളെ നിന്റെ വിപ്ലവം. എല്ലാ ജനങ്ങളും നഗ്നത കാണിച്ചുകൊണ്ട് നടക്കുമ്പോ നീ മാന്യമായി പർദ്ദയും ധരിച്ച് മുഖമക്കനെയും ഇട്ട് നീ അങ്ങ് നടന്നാൽ അതുതന്നെ വലിയൊരു വിപ്ലവമാണ്. മോനെ, നീ ഇങ്ങനെ ജനങ്ങളെല്ലാം പല പല കോലത്തിലും ഞെരിയാണിക്ക് താഴെ ഇടക്കാലത്തിന്റെ പാൻസിന്റെ അടിഭാഗം ചെരുപ്പിന്റെ അടി വെച്ച് ചവിട്ടിയാലേ ഫാഷനാവൂ. ഇപ്പോഴങ്ങനല്ല. ഇതാ ഉരിഞ്ഞ് വീഴാൻ പോകുന്നു എന്ന നിലക്കിട്ടാലേ പാൻസിന്റെ ഫാഷനാകൂ. ഈ നിലക്കൊക്കെ ഇട്ട് നടക്കുന്ന മനുഷ്യന്മാര്, നിങ്ങൾക്ക് ഈ ബോഡി നൽകിയതാരാണ്? നിങ്ങൾക്ക് മേനി നൽകിയതാരാണ്? നിങ്ങൾക്ക് ഭംഗി നൽകിയതാരാണ്? ലോകത്തിന്റെ അധികാരിയല്ലേ? ഞങ്ങൾക്കതൊന്നും വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടല്ല. ഞങ്ങളുടെ അകത്തളങ്ങളിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് വിപ്ലവം നയിക്കുന്ന പോരാളികളാണ്. തലപ്പാവ് ഇസ്ലാമിന്റെ സിംബലല്ലെന്ന് പറയുന്നവന്റെ മാറിക്കീറി പിളർക്കാനാണ് ഈ തലപ്പാവ് വെച്ചിരിക്കുന്നത്. അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് വലിച്ചെറിയുന്ന ജനതയുടെ മുമ്പിലേക്ക് തേരോട്ടം നടത്താനാണ് ഈ വേഷം ധരിക്കുന്നത്. അല്ലാതെ ജാടയുടെ പിന്നിൽ ആടാൻ ബുദ്ധിയുള്ളവരെ കിട്ടൂല.